ഇന്ന് കോഴിക്കോട് ട്രെൻഡിങ് ആയിട്ടുള്ള കൂന്തൽ നിറച്ചതിൻ്റെ റെസിപ്പി നോക്കാം. അതിനായി ഒരു പാൻ വെച്ച് അതിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ, 2 സവാള ചെറുതായി അരിഞ്ഞത്, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, കുറച്ച് കറിവേപ്പില എന്നിവയിട്ട് നന്നായി വഴറ്റുക. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് നന്നായി മിക്സാക്കിയതിന് ശേഷം കൂന്തലിൻ്റെ ചിറകും മറ്റുള്ള ഭാഗവും കുറച്ച് ഉപ്പും ചേർത്ത് മിക്സാക്കിയിട്ട് അടച്ചു വെച്ച് വേവിക്കാം. ഇനി 1/2 കപ്പ് ചിരകിയ തേങ്ങയിലേക്ക് 1/2 ടീസ്പൂൺ പെരുംജീരകം, 3-4 ചെറിയുള്ളി എന്നിവ ചേർത്ത് ഒന്ന് ചതച്ചെടുക്കാം. ഇപ്പോൾ മസാലയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചതച്ച് വെച്ച തേങ്ങ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. തേങ്ങയുടെ പച്ച ടേസ്റ്റ് ഒന്ന് പോയാൽ കുറച്ച് മല്ലിയില ചേർത്തൊന്ന് മിക്സാക്കിയിട്ട് എടുത്ത് ചൂടാറിയതിന് ശേഷം കൂന്തലിലേക്ക് നിറച്ചു കൊടുക്കാം. 3/4 ഭാഗം മാത്രം ഫില്ലാക്കി കൊടുത്താൽ മതി. എന്നിട്ട് ഒരു ടൂത്ത് പിക്കോ ഈർക്കിലോ വെച്ച് ഇതുപോലെ ഒന്ന് ലോക്ക് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ മുഴുവനും ചെയ്തതിന് ശേഷം നമുക്കിത് കുക്കറിൽ 2 ടേബിൾ സ്പൂൺ മാത്രം വെള്ളം ഒഴിച്ച് ഒരു 2 വിസിൽ വേവിച്ചെടുക്കാം. പിന്നെ ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് കറിവേപ്പില എന്നിവ ചേർത്ത് നല്ലോണം മിക്സാക്കാം. ഇതിലേക്ക് കുക്കറിലുണ്ടായിരുന്ന ഗ്രേവി ഇതിലേക്ക് ഒഴിക്കാം. എന്നിട്ട് നന്നായി വറ്റിച്ചെടുത്തതിന് ശേഷം കൂന്തൽ ചേർത്ത് കൊടുക്കാം. കുറച്ച് മല്ലിയില, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി എന്നിവ കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി വറ്റിച്ചെടുത്താൽ കട്ടൻ ചായയുടെ കൂടെ കഴിക്കാൻ പൊളിയായിട്ടുള്ള ഐറ്റമാണ് കേട്ടോ.